ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് സുഗമമാകുമെന്ന് തോന്നുന്ന പല കാര്യങ്ങളാണെങ്കിൽ പോലും അഹോരാത്രം പ്രവർത്തിച്ചാൽ മാത്രമേ അതിനനുസൃതമായിട്ടുള്ള നേട്ടമുണ്ടാവുകയുള്ളൂ. പലപ്പോഴും കുടുംബാംഗങ്ങളിൽ നിന്നും സ്വല്പം അസ്വാരസ്യങ്ങൾ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ കുടുംബത്തിൽ നിന്നും മാറി താമസിച്ചുകൊണ്ട് ആ തൊഴിൽ മേഖല വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കുവാനുള്ള അവസരമുണ്ടാവും. അതിൻ്റെ ഏറെക്കുറെ അതിൻ്റെ ഒരു ലക്ഷ്യം നേടുവാൻ ജൂൺ മാസത്തോടുകൂടി സാധിക്കുവാനും, പൂർത്തീകരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ 2027 ഒടുവിലായിരിക്കാം. എന്നിരുന്നാൽ പോലും ലക്ഷ്യപ്രാപ്തിയോടുകൂടിയും അഹോരാത്രം പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധത തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാനിടയുണ്ട്. ഗൃഹനിർമ്മാണം കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽ തുടങ്ങി വയ്ക്കുകയും പുനരാരംഭിക്കുകയും ഏപ്രിൽ മാസത്തോടുകൂടി അതൊരു പൂർത്തീകരിക്കും. എന്നാൽ അന്യദേശത്തോ വിദേശത്തോ താമസിക്കുന്ന പുത്രപൗത്രാദികൾ ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് വന്നു ചേരുവാനിടയുള്ളതുകൊണ്ട് ഈ ഒരു കാലയളവിലേക്ക് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തീരുമാനിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും ഇടയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകും. വാഹനം മാറ്റി വാങ്ങുവാൻ തീരുമാനിക്കുമെങ്കിലും ജൂൺ മാസത്തിന് ശേഷമായിരിക്കും നന്നാവുക. ഔദ്യോഗിക തലത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലർക്ക് ധാരാളം യാത്രകൾ വേണ്ടിവരും, മറ്റു ചിലർക്ക് ദൂരദേശവാസം വേണ്ടിവരും, വേറെ ചിലർക്ക് പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ജനുവരി മുതൽ 7 മാസം പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ, അതായത് ജൂൺ മാസം മുതലേ ഫലം ഉണ്ടാവുള്ളൂ. എന്നിരുന്നാൽ പോലും ജൂൺ ജൂലൈ മുതൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും നേട്ടവും ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം വന്നു ചേരുവാനും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2026 യോഗം കാണുന്നുണ്ട്.